മനസ്സിൽ എന്തെങ്കിലും കഴിക്കണമെന്നൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഒട്ടും വെച്ച് താമസിപ്പിക്കരുത്. അതങ്ങ് ഉണ്ടാക്കി കഴിച്ചേക്കണം. അതിപ്പോൾ ഏത് പാതിരാത്രിയാണെന്ന് പറഞ്ഞാലും അങ്ങ് ഉണ്ടാക്കി കഴിച്ചേക്കണമെന്നേ. ഞാനിപ്പോൾ ദാ വലിയൊരു മഗ് കട്ടൻ ചായയൊക്കെ കുടിച്ചങ്ങ് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്താണ് വിഭവം എന്ന് പറഞ്ഞില്ലല്ലോ. ദാ കൂന്തൾ നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് നാളുകൊണ്ട് എൻ്റെ മനസ്സിൽ കയറിയ ഒരു ആഗ്രഹമാണ് കേട്ടോ കൂന്തൽ നിറച്ചത് കഴിക്കണം എന്നുള്ളതേ. പക്ഷെ നല്ല ഫ്രഷ് കൂന്തൽ കിട്ടുന്നവരെ നമ്മൾ കാത്തിരിക്കണമല്ലോ. അപ്പോൾ ദാ ഇന്ന് രാവിലെ നല്ല ഫ്രഷ് കൂന്തൽ കിട്ടിയായിരുന്നു. രാവിലെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ സമയം കിട്ടിയില്ല. പിന്നെ ദാ വൈകിട്ടായപ്പോൾ തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തു. എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാവരും ഉള്ളപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനോടാണ് താല്പര്യം കേട്ടോ. അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ദാ ആദ്യം തന്നെ കൂന്തലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 3-4 സവാള തേങ്ങ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടുതലിട്ടോ. രാത്രി സമയമല്ലേ, കൂന്തലൊക്കെ കഴിച്ച് ഇനി വയറിനകത്ത് ഗ്യാസൊന്നും വരണ്ട. അപ്പോൾ അതെല്ലാം ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ദാ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചതച്ച സാധനങ്ങളൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴലാൻ വേണ്ടി ദാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തോ കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ദാ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇത്ര പൊടികളിട്ട് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടേ നമ്മുടെ കൂന്തൽ കഴുകി വെച്ചതിനകത്തുനിന്ന് അതിൻ്റെ ചിറക് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ദാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ ഒരു മിക്സ്ചർ വേണം. അതിനായിട്ട് ദാ കുറച്ച് തേങ്ങ എടുക്കുക. ഒരു കൈ നിറയെ തേങ്ങ അങ്ങ് എടുത്തോ. എന്നിട്ട് അതിലേക്കൊരു 3-4 കൊച്ചുള്ളിയും 2-3 പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മൾ ചതച്ചെടുത്ത ആ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മുടെ ആ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി തട്ടിപ്പൊത്തിയൊക്കെ വെക്കാം. ചൂടാറി കഴിയുമ്പോൾ ദാ കൂന്തലെടുക്കുക. അതിലേക്ക് ഇതുപോലെ ശ്രദ്ധിച്ചങ്ങോട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് നിറച്ച് വെക്കണ്ട, കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം കേട്ടോ നിറയ്ക്കാനായിട്ട്. നല്ലൊരു മണമാണ് കേട്ടോ ഈ മസാല വഴറ്റി വരുന്ന സമയത്ത്. അയാനിങ്ങനെ വന്ന് മണത്ത് നോക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ദാ എല്ലാം നിറച്ച് എന്നിട്ടൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പില്ലേ, അത് ദാ കുറച്ച് വെള്ളമായിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും എന്താ നമ്മുടെ കൂന്തലൊക്കെ ഓരോന്നായിട്ട് പറക്കി അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10-20 മിനിറ്റ് അടച്ച് വെച്ച് നല്ലപോലെ അങ്ങോട്ട് വേകട്ടെ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി കേട്ടോ. നല്ല അടിപൊളി ഒരു മണമാണ് കേട്ടോ ഇതിൽ നിന്ന് വരുന്നത്. ഇനി വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചു. എന്നിട്ട് ദാ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ദാ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൂന്തൽ നിറച്ചത് ഓരോന്നായിട്ട് അതിലേക്ക് പറക്കി വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒത്തിരി ഫ്രൈ ആവണ്ട, മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കുക. അല്ലോ എന്തൊരു മണമായിരുന്നെന്നറിയാം, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നിന്നിട്ട് കഴിക്കാഞ്ഞിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഒരു പാത്രത്തിലോട്ട് തട്ടിതാ ചൂടോടെ വായിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എല്ലാം അങ്ങോട്ട് പൊള്ളിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ട് ഇത്രയും നാൾ ഉണ്ടാക്കിയില്ല എന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഗംഭീര ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ ഇതാ ഇങ്ങനെ എല്ലാവരും ആസ്വദിച്ച് തിന്ന് നല്ല കോംപ്ലിമെൻ്റ് ഒക്കെ പറയുന്നതിനോടാണ് എനിക്ക് താല്പര്യം കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.